ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖിൽ പി വർഗീസ്. നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ടൈപ്സ് ഓഫ് ഗുഡ്സ്. 5-6 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ പലതവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിലെ നമ്മൾ ഈ പറയുന്ന പബ്ലിക് എക്കണോമിക്സിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് ഗുഡ്സ്. ടൈപ്പ് ഓഫ് ഗുഡ്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ നെറ്റിൽ നിന്ന് JRF സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിസ്സാര മാർക്കിനൊക്കെ JRF നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്ത് എക്സൽ ചെയ്യുക എന്ന് പറയുന്നത്, ഒരു സബ്ജക്റ്റ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ടോപ്പിക്കും വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് ഗുഡ്സ് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. പബ്ലിക് എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. ടൈപ്സ് ഓഫ് ഗുഡ്സിൻ്റെ അകത്ത് നമുക്ക് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 7 പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 പബ്ലിക് ഗുഡ്സ് ആണ്, 2 പ്രൈവറ്റ് ഗുഡ്സ് ആണ്, 3 മെറിറ്റ് ഗുഡ്സ് ആണ്, 4 ഡീമെറിറ്റ് ഗുഡ്സ് ആണ്, 5 ലോക്കൽ പബ്ലിക് ഗുഡ്സ് ആണ്, 6 ക്ലബ് ഗുഡ്സ് ആണ്, 7 കോമൺ പൂൾ റിസോഴ്സസ്, CPR എന്ന് നമ്മൾ പറയുന്ന കോമൺ പൂൾ റിസോഴ്സസ് ആണ്. 7 ഐറ്റംസ് ആണ് നമുക്ക് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഗുഡ്സിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഡിസ്കഷൻ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. 7നും 7ൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, 7നും 7ൻ്റെ ഡിഫറൻസസ് ഉണ്ട്. ഈ ഡിഫറൻസസ് ആണ് ഇവരെ ഈ പറയുന്ന ചോദ്യങ്ങൾ, നമ്മൾ ഈ ഡിഫറൻസസ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അസേർഷൻ റീസൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ട്രൂ ഓർ ഫോൾസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഏത് ചോദ്യം എടുത്താലും ഇത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എണ്ണം നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഗുഡ് എന്ന് പറയുന്നത് പബ്ലിക് ഗുഡ് ആണ്. 2 സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഒന്ന് നോൺ റൈവൽറസ് ആണ്. നോൺ റൈവൽറസ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട്, ഒരു പബ്ലിക് ഗുഡ് ഞാൻ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരാൾക്കും അതിന് നഷ്ടം വരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല. നോൺ റൈവൽറസ് ആണ്. നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് മറ്റൊരാളെ ഇത് ഉപയോഗിക്കുന്നത് വിലക്കാൻ എനിക്ക് പറ്റില്ല. നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എക്സ്ക്ലൂഡബിലിറ്റിയും റൈവൽറിയും വെച്ചാണ് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വിഭാഗത്തിൽ നമ്മൾ മുമ്പായി കേട്ട 7 ഐറ്റംസിനെ, 7 ടൈപ്പ് ഓഫ് ഗുഡ്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റൈവൽറിയും എക്സ്ക്ലൂഡബിലിറ്റി ആണെന്ന് പറഞ്ഞു. പബ്ലിക് ഗുഡ്സ് നോൺ റൈവൽറസ് ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. നോൺ റൈവൽറസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റൊരാളെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മറ്റൊരാൾക്ക് ഇത് ഉപയോഗിക്കുന്നത് തടസ്സം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ വരുന്നില്ല. നേരെ തിരിച്ച് നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റൊരാളെ ഒഴിവാക്കാൻ ആരും ഉപയോഗിക്കുന്ന ഈ ഒരു പബ്ലിക് ഗുഡ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നതിൽ നിന്ന് ആരെയും ഒഴിവാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. മോസ്റ്റ്ലി പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ്. പബ്ലിക് ഗുഡ്സ് പൊതുഗതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൊസൈറ്റിക്ക് മുഴുവനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോൺ എക്സ്ക്ലൂഡബിലിറ്റിയുടെ ഒരു വകഭേദമാണ് പ്രൊവൈഡഡ് ടു സൊസൈറ്റി ആസ് എ ഹോൾ. ആരെയും നമ്മൾ ഇതിനകത്തുനിന്ന് ഒഴിവാക്കുന്നില്ല. ഒരു സൊസൈറ്റിക്ക് മുഴുവനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാളെ നമ്മൾ ഇതിനകത്തുനിന്ന് ഒഴിവാക്കുന്നില്ല. ലോക്കൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമുക്ക് ഈ പബ്ലിക് ഗുഡ്സിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ലോക്കൽ പബ്ലിക് ഗുഡ്സ്. എൻജോയ്ഡ് ബൈ റെസിഡൻസ് ഓഫ് എ പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള ആളുകൾക്ക് മാത്രം കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അപ്പോഴും നോൺ എക്സ്ക്ലൂഡബിളായി നോൺ റൈവൽറസ് ആയി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കൊമോഡിറ്റിയാണ് ഈ പറയുന്ന ലോക്കൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ലോക്കൽ പബ്ലിക് ഗുഡ്സിൻ്റെ തന്നെ ഒരു ഡിഫറൻഷിയേറ്റഡ് ഫോമാണ് ലോക്കൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുക. പബ്ലിക് ഗുഡ്സിനെ പോലെ തന്നെ പബ്ലിക് ഗുഡ്സിൻ്റെ സ്പെസിഫിക് ക്യാരക്ടറായ നോൺ റൈവൽറസ് ആണ് എന്നതും നോൺ എക്സ്ക്ലൂഡബിൾ ആണ് എന്നതും ഏതിൻ്റെ ഭാഗമാണ്? ലോക്കൽ പബ്ലിക് ഗുഡ്സിൻ്റെയും ഭാഗമാണ്. ഫ്രീ റൈഡർ പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേ ചെയ്യാതെ കൺസ്യൂം ചെയ്യുന്ന ആളുകളെയാണ് ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത്. ഒരാൾ പേ ചെയ്യാതെ ഒരു കൊമോഡിറ്റി പേ ചെയ്യാതെ കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് ഒരു പേയ്മെൻറ്റ് കൂടാതെ അനുഭവിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ പബ്ലിക് ഗുഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന 2 സർവീസസ്, ഒന്ന് ഡിഫൻസിൻ്റെതും ഒന്ന് പോലീസിൻ്റെതുമാണ്. ഈ ഡിഫൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഡിഫൻസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ, ഏതെങ്കിലും കൂട്ടം ആളുകളെ ഒന്നും മാറ്റി നിർത്തുന്നില്ല. എല്ലാവർക്കും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിഫൻസ്. അതുപോലെ തന്നെ പോലീസിങ്ങും ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഈ ഒരു കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം പോലീസിങ്ങിൽ നമുക്ക് ഇല്ല. ഈ പബ്ലിക് ഗുഡ്സിന് ഉള്ള എല്ലാ പബ്ലിക് ഗുഡ്സിനുള്ള ക്യാരക്ടർ പോലെ നോൺ റൈവൽറസും നോൺ എക്സ്ക്ലൂഡബിളും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗുഡാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്.
ആ പബ്ലിക് ഗുഡ് സൊസൈറ്റിക്ക് മുഴുവനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മിക്കപ്പോഴും ഗവൺമെൻറ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ലോക്കൽ പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലൊക്കാലിറ്റിയിലെ, ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ ആളുകൾ മാത്രം എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഗുഡ്സ് ആണ് ലോക്കൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫ്രീ റൈഡർ പ്രോബ്ലം, പേ ചെയ്യാതെ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഫ്രീ റൈഡർ പ്രോബ്ലം. ഒരാൾ ഇതിനു വേണ്ടി പേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പേ ചെയ്യാത്തതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയുന്നത്. അതും പബ്ലിക് ഗുഡ്സിൻ്റെ എന്തായിട്ട് വരുന്നു, പബ്ലിക് ഗുഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. ഡിഫൻസും പോലീസും ആണ് നമുക്കിതിന് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീത സ്വഭാവമുള്ളതാണ് പ്രൈവറ്റ് ഗുഡ്സ്. പേര് പോലെ തന്നെ പ്രൈവറ്റ് ആണ്, പേര് പോലെ തന്നെ പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ റൈവൽറസ് ആണെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഉപയോഗിച്ചാൽ അത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്, വേറെ ആർക്കും ഉപയോഗിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഞാൻ ഈ സാധനം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ഇതിന് ഉപയോഗിക്കാൻ കിട്ടാതെ വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടുപേര് നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പർച്ചേസ് ചെയ്യാൻ നമുക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങളെ കാണുള്ളൂ. ഞാൻ പേ ചെയ്തു, ഞാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഒരു കടയിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് റൈവൽറസ് കൺസംഷൻ ആണ്. കാരണം ഞാൻ വാങ്ങിക്കുന്നു, ഇപ്പം 50 കിലോ പച്ചക്കറിയുള്ള ഒരു കടയിൽ ഞാൻ ചെന്ന് 10 കിലോ വാങ്ങിച്ചുകൊണ്ട് പോന്നാൽ അടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം 40 കിലോ മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. റൈവൽറസ് ആണ്. മറ്റൊരാൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് എനിക്കുള്ള അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് എക്സ്ക്ലൂഡബിൾ ആണ്. ആ കടയിലെ പച്ചക്കറി വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വെണ്ടയ്ക്ക വാങ്ങിക്കാൻ ചെല്ലുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഈ പേ ചെയ്യുന്നതിന് 1 കിലോ പച്ചക്കറി വാങ്ങിക്കാൻ ആ പേ ചെയ്യാൻ സാധ്യതയുള്ളവന്, സാഹചര്യമുള്ളവന് മാത്രമേ നമുക്ക് ഈ പറയുന്ന സാധനം, ഈ കൊമോഡിറ്റി കൊടുക്കേണ്ടതായുള്ള സാഹചര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സ്ക്ലൂഡബിൾ ആണ്. പേ ചെയ്യുന്നവർ മാത്രം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ റൈഡർ പ്രോബ്ലം പ്രൈവറ്റ് ഗുഡ്സിൻ്റെ അകത്ത് ഇല്ല. ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്ക്ലൂഡബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല. പേ ചെയ്യാത്ത ആരും ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നില്ല. ഇനി പ്രൈസ് മാർക്കറ്റിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പബ്ലിക് ഗുഡ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായതുകൊണ്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രൈസ് എവിടെ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നു? മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നു. ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിമാൻഡ് കൂടാം, പ്രൈസ് പറയാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡിന്റെ ലോയോ സപ്ലൈയുടെ ലോയോ എല്ലാം ആപ്ലിക്കബിൾ ആണ്. പ്രൈസ് മെക്കാനിസം വഴി മാർക്കറ്റിലെ സപ്ലൈ ഫോഴ്സസ് ഡിമാൻഡ് ഫോഴ്സസും വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈവറ്റ് ഗുഡ്സിന്റെ മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചുമ്മാ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ ഡിഫൻസോ പോലീസോ ഒന്നും ആരും ഗവൺമെന്റ് ഒരിക്കലും എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ലാഭത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് റൈവൽറസ് ആയതുകൊണ്ടും എക്സ്ക്ലൂഡബിൾ ആയതുകൊണ്ടും പ്രൈസ് മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതുകൊണ്ടും പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രൈവറ്റ് ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഓണർഷിപ്പ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഡിഫൻസ് ആരാ ഓൺ ചെയ്യുന്നത്, പോലീസിനെ ആരാ ഓൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു സെൻട്രൽ അതോറിറ്റി ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഓണർഷിപ്പ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഞാൻ പേ ചെയ്തൊരു സാധനം കൺസ്യൂം ചെയ്താൽ അതെൻ്റെയാണ്, ഞാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും അത് കൺസ്യൂം ചെയ്യുന്നത്. മറ്റൊരാൾക്ക് ഈ സാധനം കിട്ടാനായിട്ട് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക, കാറോ വീടോ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പച്ചക്കറി ആവാം, മേശയാവാം, കസേരയാവാം, ഫോണോ, എന്ത് സാധനമാവും, ഇതെല്ലാം പ്രൈവറ്റ് ഗുഡ്സിനകത്താണ് നമ്മൾ പെടുത്തുന്നത്. ഞാൻ പേ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നത് ആരായിരിക്കും? ഞാൻ മാത്രം ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. റൈവൽറസ് ആണ്, എക്സ്ക്ലൂഡബിൾ ആണ്. ഇതിൻ്റെ ക്യാരക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് റൈവൽറസ് ആണ്, ഇത് എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് റൈവൽറസ് ആണ്, ഇത് എക്സ്ക്ലൂഡബിൾ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്ന മോട്ടീവിന് വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് എന്തില്ല? ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല. സ്ട്രെസ് ചെയ്യേണ്ട കാര്യമാണ്, ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓണർഷിപ്പ് വെൽ ഡിഫൈൻഡ് ആണ്, ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല, പ്രോഫിറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പ്രൈസ് എവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നു? പ്രൈസ് മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു. അതാണ് പ്രൈവറ്റ് ഗുഡ്സിന് പബ്ലിക് ഗുഡ്സിനെ അപേക്ഷിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയുള്ള 2 സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് മെറിറ്റ് ഗുഡ്സും ഡീമെറിറ്റ് ഗുഡ്സും ആണ്. പ്രൈവറ്റ് ഗുഡും പബ്ലിക് ഗുഡും പോലെ വിപരീത സ്വഭാവമുള്ള 2 ഗുഡ്സ് ആണ്. ഒന്ന് മെറിറ്റ് ഗുഡ്സും 2 ഡീമെറിറ്റ് ഗുഡ്സും. റിച്ചാർഡ് മസ്ഗ്രേവ് എന്ന് പറയുന്ന ആൾ 1957 മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. മെറിറ്റ് ഗുഡ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടുന്ന ഒരു കാര്യം എക്സ്റ്റേണാലിറ്റിയാണ്. മെറിറ്റ് ഗുഡ്സും ഡീമെറിറ്റ് ഗുഡ്സും പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എക്സ്റ്റേണാലിറ്റിയാണ്. എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ആണ്.
പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഒരു സൈഡ് എഫക്റ്റ് ആണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസംഷന് വിധേയമാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ബെനിഫിറ്റോ ഒരു ഡിസഡ്വാൻറ്റേജോ പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടാവാം. അതിനാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. മെറിറ്റ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് നമുക്ക് എന്തിന്റെ കാര്യത്തിൽ കിട്ടുന്നത്, നമുക്ക് ഈ പറയുന്ന മെറിറ്റ് ഗുഡ്സിന്റെ കാര്യത്തിൽ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 1957 റിച്ചാർഡ് മസ്ഗ്രേവ് എന്ന് പറയുന്ന ആളാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത്. കൺസംഷൻ എൻകറേജ് ചെയ്യുന്ന, ഗവൺമെന്റ് ആവാം, ആളുകളാവാം, ഈ പറയുന്ന പോലെ കൺസംഷൻ എൻകറേജ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഗുഡ്സ് ആണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. കൺസംഷൻ എൻകറേജ് ചെയ്യപ്പെടുന്നത്, ഇത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഗുഡ്സ് ആണ്. എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കൂടുതലുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നീഡ് ബേസ്ഡ് ആയിട്ടാണ് ഈ പറയുന്ന മെറിറ്റ് ഗുഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് 2 എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, ഒന്ന് ഫ്രീ എഡ്യൂക്കേഷനും 2 ലോ കോസ്റ്റ് ആയിട്ടുള്ള ഹൗസിംഗ് ഒക്കെയാണ്. ആവശ്യമുള്ളവർക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയല്ല, എല്ലാവർക്കും ലോ കോസ്റ്റ് ഹൗസിംഗ് കൊടുക്കുകയല്ല. ആവശ്യമുള്ളവരാരാണ്, നീഡി ആരാണ്, നീഡ് ബേസ്ഡ് ആയിട്ടാണ് എന്ത് പോകുന്നത്, നീഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ മെറിറ്റ് ഗുഡ്സിന്റെ കൺസംഷൻ പോകുന്നത്. ഈ മെറിറ്റ് ഗുഡ്സിന്റെ കൺസംഷൻ എൻകറേജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എൻകറേജ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്, നമുക്ക് അതിനകത്ത് പോസിറ്റീവായിട്ട് എക്സ്റ്റേണാലിറ്റീസ്, പോസിറ്റീവായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒരുപാട് കിട്ടാനായിട്ട് ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള സൈഡ് എഫക്ട്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രമല്ല, അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേർ കൂടി ബെനിഫിറ്റ് അനുഭവിക്കാനായിട്ട് പറ്റും. ആ തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ചേർത്ത് പറയേണ്ട, വീണ്ടും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, 1957 റിച്ചാർഡ് മസ്ഗ്രേവ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ആദ്യമായിട്ട് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ഈ ഗുഡ്സിനെ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉള്ള ഗുഡ്സ് ആണ്. ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ നീഡ് ബേസ്ഡ് ആയിട്ടാണ് ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നേരെ വിപരീത സ്വഭാവമുള്ള ഒരു ടൈപ്പ് ഓഫ് ഗുഡാണ് ഏത്, ഡീമെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഡീമെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്, ഡീമെറിറ്റ് ഗുഡ്സിന്റെ പ്രത്യേകത, ഇത് അൺഡിസൈറബിൾ ആണ്. ഇതിനുള്ളത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് എഫക്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് ആരും എൻകറേജ് ചെയ്യുന്നില്ല. ഇതിന്റെ കൺസംഷൻ അൺഡിസൈറബിൾ ആണ്. അൺഡിസൈറബിൾ ആണെന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് എടുത്തേക്കുന്നത് ആൽക്കഹോൾ, ടൊബാക്കോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മനുഷ്യന്റെ എഫിഷ്യൻസിയെ തകർക്കാൻ സാധ്യതയുള്ള, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസിൽ ഒരെണ്ണമാണല്ലോ ഹ്യൂമൻ റിസോഴ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ എഫിഷ്യൻസിയെ തകർക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ എഫിഷ്യൻസിയെ തകർത്തുകൊണ്ട് മറ്റ് നെഗറ്റീവ് സൈഡ് എഫക്ട്സ് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ആൽക്കഹോൾ, ടൊബാക്കോ പോലുള്ള ഡ്രഗ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെയുള്ള സാധനങ്ങളുടെ കൺസംഷൻ എന്ന് പറയുന്നത് അൺഡിസൈറബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇത് അൺഡിസൈറബിൾ ആകുന്നത്, അത് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് അൺഡിസൈറബിൾ ആകുന്നത്. അത് ഗവൺമെന്റ് എന്ത് ചെയ്യും, നമ്മൾ മുമ്പേ ഗവൺമെന്റ് നമ്മളത് എൻകറേജ് ചെയ്തതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്നാ ചെയ്യും, ടാക്സേഷൻ ചെയ്യും, അല്ലേ. നമ്മൾ പബ്ലിക് എക്കണോമിക്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ടാക്സ് ചെയ്യുന്നത് വഴി ഇതിന്റെ പ്രൈസ് വർദ്ധിപ്പിക്കുകയും ആളുകൾക്കത് ഒരുപാടൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കും എന്നുള്ളതാണ് കൺട്രോൾ ബൈ ടാക്സേഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക, കൺസംഷൻ അൺഡിസൈറബിൾ ആയതുകൊണ്ടാണ് ഇതിനെ കൺസംഷൻ ടാക്സേഷൻ വഴി കൺട്രോൾ ചെയ്യണമെന്ന് ഗവൺമെന്റ് കരുതുന്നത്. കാരണം എന്താണ്, ഇത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ് ഉള്ളത്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ മെറിറ്റ് ഗുഡ്സിന് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടായിരുന്നു എന്നതുപോലെ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് മെറിറ്റ് ഗുഡ്സിന് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ കൺസംഷൻ എൻകറേജ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണെന്നുള്ളത് കൊണ്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ടാക്സേഷൻ മുഖേന കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞത് ഫ്രീ എഡ്യൂക്കേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സർവീസാണ്, അല്ലേ. അതുകൊണ്ട് തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആളുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കോസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പേർക്ക് കൂടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സർവീസ് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ബെനിഫിറ്റ് അയാൾ മാത്രമായിരിക്കില്ല, അയാളുടെ ചുറ്റുമുള്ള ആളുകൾ കൂടെ ഈ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് അവർക്കൂടെ, ആ സൈഡ് എഫക്റ്റ്, ആ പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി അവർക്കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നേരെ തിരിച്ച് ഡീമെറിറ്റ് ഗുഡ്സ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആൽക്കഹോൾ, ടൊബാക്കോ പോലുള്ള പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നത് അൺഡിസൈറബിൾ ആണ്.
അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺഡിസൈറബിൾ ആണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് അതിൻ്റെ പുറത്ത് കൺട്രോൾ വരുത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഈ പറഞ്ഞ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ടാക്സേഷൻ എന്ന് പറയുന്ന ആശയം മുന്നിലേക്ക് വെക്കുന്നത്. ടാക്സ് ചെയ്യുന്നത് വഴി പ്രൈസ് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ടാക്സ് ഇങ്ങനൊരു കൊമോഡിറ്റിയുടെ പുറത്ത് ഇംപ്ലൈ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് എന്താണ്, ഈ പ്രൊഡക്റ്റ് ഈ പറയുന്നത് പോലെ കൺസ്യൂം ചെയ്യാൻ പ്രൈസ് കൂടുതൽ വേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിൽ ആളുകളുടെ കൺസംഷൻ കട്ട് ഷോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇതിൻ്റെ കൺസംഷൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ഡീമെറിറ്റ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ക്ലബ് ഗുഡ്സ്. ക്ലബ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്യാരക്ടറൈസ് നോൺ റൈവൽറസ് ആണ്, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. നോൺ റൈവൽറസ് ആണ്, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. ഒരു സിനിമാ തിയേറ്ററിനെ എടുത്തോളൂ. ഒരു സിനിമാ തിയേറ്ററിനെ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് നോൺ റൈവൽറസ് ആണ്. ഞാൻ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് മറ്റാരും കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇല്ല, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. പേ ചെയ്താൽ മാത്രമാണ് ആ സിനിമാ തിയേറ്ററിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്, റൈവൽറസ് അല്ലെന്ന് പറഞ്ഞല്ലോ, പക്ഷേ സീറ്റ് തീർന്നു പോകത്തില്ലേ? പോകും. കൺജഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ക്യാരക്ടർ എന്താവും? റൈവൽറസ് ആവും. കൺജഷൻ ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ തിരക്ക് കൂടുന്നൊരു സമയത്ത് നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്നു, ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി പോകുന്നു, അന്നേരം ഇതിൻ്റെ കൺസംഷൻ റൈവൽറസ് ആണ്. എന്തുകൊണ്ടായി? കൺസ്യൂം ചെയ്യാൻ ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടാണ് അതിൻ്റെ ക്യാരക്ടർ റൈവൽറസ് ആയി മാറുന്നത്. കൺജഷൻ്റെ സമയത്ത് നമുക്ക് ഈ പറയുന്ന ക്ലബ് ഗുഡ്സിൻ്റെ ക്യാരക്ടർ എന്താവും? റൈവൽറസ് ആയി മാറും. അതല്ലാത്ത സാഹചര്യത്തിൽ ഈ പറയുന്നത് ഒരു നോൺ റൈവൽറസ് കൺസംഷൻ ആണ്, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. തിയേറ്ററിൽ ആരേ കയറ്റുള്ളൂ? ടിക്കറ്റ് എടുത്ത് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത ആളുകളെ മാത്രമേ ഇവിടെ കയറ്റുള്ളൂ, തിയേറ്ററിൽ കയറ്റുള്ളൂ. എക്സ്ക്ലൂഡബിൾ ആണ്. പേ ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ മുമ്പേ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പേ ചെയ്തവർ മാത്രമാണ് പ്രൈവറ്റ് ഗുഡ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ പേ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് പറ്റുള്ളൂ? ക്ലബ് ഗുഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞേ, ഒരു സിനിമാ തിയേറ്ററിൽ ഞാൻ കയറി സിനിമ കാണണം എന്തുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ ഈ പറഞ്ഞ പോലെ പേ ചെയ്തൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പേ ചെയ്തൊരു ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ക്ലബ് ഗുഡ് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഞാൻ സിനിമ കണ്ടതിൻ്റെ പേരിൽ ആ സിനിമയുടെ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതല്ലാതെ എക്സ്റ്റേണാലിറ്റി ആയിട്ട് എനിക്ക് സാധനം എക്സ്പീരിയൻസ് ആർക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ സിനിമ കണ്ട അനുഭവം ആർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ? എനിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ബെനിഫിറ്റ്സ് ആർക്ക് റെസ്ട്രിക്റ്റഡ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോൺ റൈവൽറസ് ആണ്, എക്സ്ക്ലൂഡബിൾ ആണ്. റൈവൽറസ് ആകുന്നത് എപ്പോഴാണ്? കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്, തിരക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് എന്ത് പറയാനുണ്ട്? അത് പറയുന്ന ക്ലബ് ഗുഡ്സിൻ്റെ ക്യാരക്ടർ എങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്? റൈവൽറസ് ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് ഗുഡ്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഒന്ന് പബ്ലിക് ഗുഡ്സ് ആണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ റൈവൽറസ് ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ഗവൺമെൻറ് ആണ് മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്, സൊസൈറ്റിക്ക് മുഴുവനായിട്ടാണ് കൊടുക്കുന്നത്. ലോക്കൽ പബ്ലിക് ഗുഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിക് ഗുഡ്സിൻ്റെ ഒരു വകഭേദമായ ലോക്കൽ പബ്ലിക് ഗുഡ്സ് ഒരു സ്പെസിഫിക് റെസിഡൻസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമുള്ള ആളുകളാണ് എൻജോയ് ചെയ്യുന്നത്. ഫ്രീ റൈഡർ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് ഡിഫൻസും പോലീസും ആണ്. രണ്ടാമത് പ്രൈവറ്റ് ഗുഡ്സ്, അതിന് നേരെ വിപരീതമുള്ള പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് റൈവൽറസ് ആണ്. മറ്റേത് നോൺ റൈവൽറസ് ആയിരുന്നു, ഇത് റൈവൽറസ് ആണ്. മറ്റേത് നോൺ എക്സ്ക്ലൂഡബിൾ ആയിരുന്നു, ഇത് എക്സ്ക്ലൂഡബിൾ ആണ്. പ്രൈസ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നു, പ്രൈസ് മാർക്കറ്റിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു. എന്തുകൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു? സപ്ലൈ ഡിമാൻഡ് ഫോഴ്സസ് കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്രോഫിറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓണർഷിപ്പ് ഡിഫൈൻഡ് ആണ്. പ്രൈസ് ഒരാൾ പേ ചെയ്തത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ഡിഫൈൻഡ് ആണ്. കാറോ വീടോ കൺസ്യൂമർ ഗുഡ്സോ പോലുള്ളതാണ് നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റുന്നത്. മെറിറ്റ് ഗുഡ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, കൺസംഷൻ എൻകറേജ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. റിച്ചാർഡ് മസ്ഗ്രേവ്, ആ പേര് ഓർത്തിരിക്കുക, റിച്ചാർഡ് മസ്ഗ്രേവ്. 1957 റിച്ചാർഡ് മസ്ഗ്രേവ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ആ പേര് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ബെനിഫിറ്റ് അയാൾ മാത്രമായിരിക്കില്ല, കൺസ്യൂം ചെയ്യുന്ന ആൾ മാത്രമായിരിക്കില്ല അനുഭവിക്കുന്നത്. പിന്നെയോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൂടി എന്ത് കിട്ടും? ഈ പറയുന്ന പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോസിറ്റീവ് സൈഡ് എഫക്റ്റ് കിട്ടും. നേരെ തിരിച്ച് ഡീമെറിറ്റ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഡീമെറിറ്റ്സിൻ്റെ ഗുഡ്സിൻ്റെ കൺസംഷൻ അൺഡിസൈറബിൾ ആണ്, ആർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ എഫിഷ്യൻസിയെ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ എഫിഷ്യൻസിയെ കട്ട് ഷോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഇതിൻ്റെ കൺസംഷൻ. അതുകൊണ്ട് തന്നെ അത് അൺഡിസൈറബിൾ ആണ്, താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് അതിൻ്റെ കൺസംഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സേഷൻ മുഖേന കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്, നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ആണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആൽക്കഹോളും ടൊബാക്കോയും പോലുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുന്നത്. അവസാനം നമ്മൾ 5ാമത് പറഞ്ഞ സാധനം ഇതായിരുന്നു, ക്ലബ് ഗുഡ്സ്. ക്ലബ് ഗുഡ്സ് നോൺ റൈവൽറസ് ആണ്, പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്. നോൺ റൈവൽറസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റൈവൽറസ് ആവാനുള്ള സാധ്യതയുണ്ട്. എപ്പോൾ?
കൺജഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ റൈവൽറസ് ആവാനുള്ള റൈവൽറസ് ആവാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. പേ ചെയ്യുന്നവർ മാത്രമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞാൽ ഓണർഷിപ്പ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് വേണ്ടി മാത്രമായിരിക്കും ഇതെന്ത് കിട്ടുന്നത്, നമ്മൾ ഈ പറയുന്ന ക്ലബ് ഗുഡ്സ് കിട്ടുന്നത്. 14,509 എന്ന് പറയുന്ന ഈ മാജിക് നമ്പറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് എത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. ഈ നമ്പർ വെറുതെ ഒരു നമ്പറല്ല, അത്രയും അധ്യാപകരെ 14,509 അധ്യാപകരെ നെറ്റായിട്ടും സെറ്റായിട്ടും കേറ്റഡായിട്ടും ഒക്കെ പഠിപ്പിച്ച് വാർത്തെടുത്തതാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എടുത്ത എണ്ണം അധ്യാപകരുടെ ആണ് ഈ പറയുന്ന 14,509 എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, നിങ്ങളുടെ ഏത് എക്സാം ആണെങ്കിലും നിങ്ങളെ അതറിഞ്ഞ ആവശ്യത്തിനനുസരിച്ച് വാർത്തെടുക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് സാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ 14,509 എന്ന് പറയുന്ന നമ്പർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഈ വിക്ടറി ബാച്ചാണ്. ജൂൺ 2025 നെറ്റ് ക്രാക്ക് ചെയ്യാൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ബാച്ചാണ് വിക്ടറി ബാച്ച്. ഈ ബാച്ചിൽ തന്നെ നെറ്റായാലും JRF ആയാലും നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് വരിക, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ ഓപ്റ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ഗുഡ്സിനെ പറ്റിയാണ്. നമുക്ക് ഇനി ഒരു ടൈപ്പ് ഓഫ് ഗുഡും കൂടെ പറയാനുള്ളൂ, കോമൺ പൂൾ ഗുഡ്സ്. ഗാരറ്റ് ഹാഡിൻ്റെ ട്രാജഡി ഓഫ് കോമൺസ് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് കോമൺ പൂൾ ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. നോൺ എക്സ്ക്ലൂഡബിൾ ആണെന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ റൈവൽറസ് ആണ്. ഓരോരുത്തരും കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് ഉള്ള ഈ റിസോഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരും എന്നുള്ളതാണ് കോമൺ പൂൾ ഗുഡ്സ് എന്ന് പറയുന്ന. ഈ കോമൺ പൂൾ ഗുഡ്സ് എന്നോ കോമൺ പൂൾ റിസോഴ്സസ് എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. കോമൺ പൂൾ ഗുഡ്സ് എന്നോ കോമൺ പൂൾ റിസോഴ്സസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിൻ്റെ പ്രത്യേകത നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, ആരെയും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ റൈവൽറസ് ആണ്. അല്ലേ, നമ്മൾ ഗാരറ്റ് ഹാഡിൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറഞ്ഞൊരു തിയറി പറയുന്നുണ്ട്. ട്രാജഡി ഓഫ് കോമൺസിൻ്റെ അത് പറയുന്നത് ഇങ്ങനെയാണ്. ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് ഒരു വലിയ പുൽമൈതാനത്ത് ഒരാളൊരു പശുവിനെ കൊണ്ട് കിട്ടുന്നു. ആരുടെയും ഓണർഷിപ്പിലുള്ള ഒരു പുൽമൈതാനം അല്ലാതെ ഒരാളൊരു പശുവിനെ കൊണ്ട് കിട്ടുന്നു, കണ്ട് മറ്റൊരാൾ കൊണ്ട് കിട്ടുന്നു. അങ്ങനെ പല ആളുകൾ വന്ന് ആർക്കും ഓണർഷിപ്പ് ഇല്ലാത്ത ഈ പറമ്പിലെ പുല്ല് പശുവിന് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഈ പുൽമൈതാനമായിരുന്ന സ്ഥലത്ത് പുല്ലുണ്ടാവില്ല. അല്ലേ, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ആരുടെയും അല്ലാത്തൊരു പറമ്പായതുകൊണ്ട് തന്നെ ആരും അവിടെ കയറിൽ നിന്ന് ആരെയും തടയാനായിട്ട് പറ്റില്ല. പക്ഷെ റൈവൽറസ് ആണ്. ഞാൻ എൻ്റെ പശുവിനെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാ, അത്ര ഇട പോയി, അത്ര ഇടയിലെ പുല്ലും തീർന്നു. അല്ലേ, അടുത്തൊരാൾ പശുവിനെ കൊണ്ട് കെട്ടിക്കഴിയുമ്പോൾ അത്ര ഏരിയയും തീർന്നു, അവിടുത്തെ പുല്ലും തീർന്നു. ഇങ്ങനെ നോൺ എക്സ്ക്ലൂഡബിൾ ആണെങ്കിലും റൈവൽറസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോമൺ പൂൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു തോട്ടിലോ ആറ്റിലോ മീൻ പിടിക്കുന്നതിനെ പറ്റി പറയാം. അല്ലേ, ആ തോട് ഓണർഷിപ്പ് ആരുടെയും അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, മറ്റൊരാളെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. ചൂണ്ടയിടുന്നതോ വലയിടുന്നതിലോ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ പിടിച്ചു കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മത്സ്യസമ്പത്തിൻ്റെ അളവിന് കുറവ് വരുന്നു. റൈവൽറസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് നാച്ചുറൽ ആവാം, കൺസ്ട്രക്റ്റഡ് ആവാം. അങ്ങനെ സിസ്റ്റം എന്ന് പറയുന്നത് നാച്ചുറൽ ആവാം, കൺസ്ട്രക്റ്റഡ് ആവാം. നമ്മൾ പറഞ്ഞ പോലെ റൈവൽറസ് ഡ്യൂറിങ് കൺജഷൻ, നമ്മൾ പറഞ്ഞ പോലെ ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത്രയും കൂടുതൽ റൈവൽറസ് ആയിട്ട് വരും. അതാണ് കോമൺ പൂൾ ഗുഡ്സിനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. നമ്മൾ അതുമായിട്ട് ഏറ്റവും ചേർത്ത് പറഞ്ഞത് ഗാരറ്റ് ഹാഡിൻ്റെ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്ന തിയറി കൂടി ആണ്. അപ്പോൾ ഇനി പറയേണ്ടത് ഇതിൻ്റെ ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് UGC നെറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ഇൻ കേസ് ഓഫ് നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ്? 4 ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. 1 നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽ ഇൻ കൺസംഷൻ, 2 എക്സ്ക്ലൂഡബിൾ ബട്ട് നോൺ റൈവൽ ഇൻ കൺസംഷൻ, 3 എക്സ്ക്ലൂഡബിൾ ആൻഡ് റൈവൽ ഇൻ കൺസംഷൻ, 4 നോൺ എക്സ്ക്ലൂഡബിൾ ബട്ട് റൈവൽ ഇൻ കൺസംഷൻ. ഏതിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്? നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കോമൺ പൂൾ ഗുഡ്സ് ആണ്. കോമൺ പൂൾ ഗുഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, റൈവൽറസ് ആണ്. അതേത് ഓപ്ഷന്? ഡി. ഓപ്ഷൻ ഡി, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, റൈവൽറസ് ആണ് എന്ന് പറയുന്നതാണ് നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ്. ഇത് ഏതിൻ്റെ പേരാണെന്നാണ് പറഞ്ഞത്? കോമൺ പൂൾ റിസോഴ്സസ് അല്ലെങ്കിൽ കോമൺ പൂൾ ഗുഡ്സ് എന്ന് പറയുന്ന സാധനത്തിന് മറ്റൊരു പേരാണ് നോൺ മാർക്കറ്റഡ് എൻവയോൺമെന്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതെന്താണ്? നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, റൈവൽറസ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാൽ, മാച്ച് ദ ലിസ്റ്റ്. അല്ലേ, ക്യാരക്ടർ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊഡക്ട്സിൻ്റെ ഈ ഗുഡ്സിൻ്റെ ക്യാരക്ടർ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ പറ്റുള്ളൂ. പ്യുവർ പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്?
പ്യുവർ പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നോൺ റൈവൽറസ് ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. നമുക്കത് ഇങ്ങനെ മാച്ച് ചെയ്യാം. A3 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ടാക്ടിക്സ് ഇതാണ്. എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക. ആദ്യത്തെ ഓപ്ഷൻ എത്ര എണ്ണത്തിൽ ശരിയായിട്ടുണ്ടെന്ന് നോക്കുക. എയിലും ബിയിലും ഡിയിലും അത് ശരിയാണ്. സി ഉത്തരം ഇതിൻ്റെ അകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ രണ്ടാമത്തത് പ്രൈവറ്റ് ഗുഡ്സ്, പ്യുവർ പ്രൈവറ്റ് ഗുഡിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? പ്രൈവറ്റ് ഗുഡിന്റെ ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്ക്ലൂഡബിൾ ആണ്, റൈവലാണ്. പിന്നെയും നമ്മുടെ ഓപ്ഷന്റെ സാധ്യതകൾ പിന്നെയും കുറഞ്ഞു. ഓപ്പൺ ആക്സസ് റിസോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞു കോമൺ പൂൾ റിസോഴ്സസ് പോലെയാണ് ഓപ്പൺ ആക്സസ് റിസോഴ്സസ്, നോൺ എക്സ്ക്ലൂഡബിൾ ബട്ട് റൈവൽ. അങ്ങനെയാണ് കൺജഷൻ റിസോഴ്സസ് എങ്ങനെയായിരിക്കും? നോൺ റൈവൽ ആയിരിക്കും, എക്സ്ക്ലൂഡബിൾ ആയിരിക്കും അല്ലേ? അതേതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി. നേരത്തെ പറഞ്ഞല്ലോ പ്യുവർ പബ്ലിക് ഗുഡ് നോൺ റൈവൽസും എക്സ്ക്ലൂഡബിളും ആയിരിക്കും, പ്യുവർ പ്രൈവറ്റ് ഗുഡ് എക്സ്ക്ലൂഡബിളും റൈവലും ആയിരിക്കും, ഓപ്പൺ ആക്സസ് റിസോഴ്സസ് എങ്ങനെയായിരിക്കും? ഓപ്പൺ ആക്സസ് റിസോഴ്സസ് നോൺ എക്സ്ക്ലൂഡബിളും റൈവലും ആയിരിക്കും, കൺജസ്റ്റബിൾ റിസോഴ്സസ് നോൺ റൈവലും എക്സ്ക്ലൂഡബിളും ആയിരിക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത്? കോമൺ പൂൾ റിസോഴ്സസ് നമ്മൾ പിന്നെ കോമൺ പൂൾ റിസോഴ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും കോമൺ പൂൾ റിസോഴ്സ് ആണ് ചോദ്യം വെച്ച്. കോമൺ പൂൾ റിസോഴ്സസ് റൈവൽ ബട്ട് നോട്ട് എക്സ്ക്ലൂഡബിൾ. അങ്ങനെയാണോ നമ്മൾ എൻ്റെ ക്യാരക്ടർ പറഞ്ഞത്? ആലോചിച്ചെടുക്കുക ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദ്യം. 2 പബ്ലിക് ഗുഡ് ഇസ് നോൺ റൈവൽ നോൺ എക്സ്ക്ലൂഡബിൾ. ഉറപ്പായിട്ട് നമുക്ക് പറയാം പബ്ലിക് ഗുഡ് നോൺ റൈവൽ ആണ്, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ക്യാരക്ടർ വെച്ചാണ് നമ്മൾ ഇത്രയും നേരം കണ്ട എല്ലാ ചോദ്യങ്ങളും ഇതിൻ്റെ ക്യാരക്ടർ വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക പബ്ലിക് ഗുഡിൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു? നോൺ റൈവൽ ആയിരുന്നു, നോൺ എക്സ്ക്ലൂഡബിൾ ആയിരുന്നു. കോമൺ പൂൾ ഗുഡിൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു? കോമൺ പൂൾ ഗുഡിൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു? നോൺ എക്സ്ക്ലൂഡബിൾ ആയിരുന്നു ബട്ട് റൈവൽ ആയിരുന്നു. അത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? അതുകൊണ്ട് എന്താണ്? 2 ഉത്തരവും ശരിയാണ്. ബോത്ത് A and B ട്രൂ ആണ്. ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്? കോമൺ പൂൾ ഗുഡിൻ്റെ ക്യാരക്ടർ റൈവലും നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, അത് ട്രൂ ആണ്. പബ്ലിക് ഗുഡിൻ്റെ നോൺ റൈവലും നോൺ എക്സ്ക്ലൂഡബിൾ ആയതുകൊണ്ട് അതും ട്രൂ ആണ് അല്ലേ? ബോത്ത് A and B ആർ ട്രൂ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സാറ്റിസ്ഫൈഡ് ഇൻ ദ കേസ് ഓഫ് ഫിഷിംഗ് ആൻഡ് ഓഷൻ? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഫിഷിംഗ് ആൻഡ് ഓഷൻ അല്ലേ? ഫിഷിംഗ് ആൻഡ് ഓഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പൂൾ റിസോഴ്സ് ആണ്. കോമൺ പൂൾ റിസോഴ്സിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? കോമൺ പൂൾ റിസോഴ്സിന്റെ ക്യാരക്ടർ നേരത്തെ പറഞ്ഞു നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, റൈവലാണ്. ഏത് ഓപ്ഷനിലേക്ക് വരും? ഓപ്ഷൻ ബി. ഡൗട്ട് വരേണ്ട കാര്യമില്ല അല്ലേ? ആ ക്യാരക്ടർ ഈ 7 ഗുഡ്സിന്റെ ക്യാരക്ടർ മാത്രം അറിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ ജൂൺ 2025 വിക്ടറി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പ്രകാരം ഈ 10 ദിവസത്തേക്ക് ഇനി വരുന്ന 10 ദിവസത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഓഫർ കിട്ടുന്നത് 365 ഡേ JRF ബാച്ചിൻ്റെ ഓഫറാണ്. 365 ഡേ JRF ബാച്ച് കൊണ്ട് നമ്മൾ ആകെ ഉത്തരേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഈ വരുന്ന 10 ദിവസത്തേക്ക് നിങ്ങൾ ഈ 10 ദിവസത്തിൽ ഏതെങ്കിലും ദിവസമാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റ് അവൈലബിൾ ആക്കുന്നത് 365 ദിവസത്തേക്കാണ്. ഈ എക്സാം വരെയല്ല, ജൂൺ വരെയല്ല, 365 ദിവസത്തേക്ക് ഒരു മുഴുവൻ വർഷത്തേക്ക് നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റ് അവൈലബിൾ ആക്കിയിരിക്കും. ആ കാലയളവിനുള്ളിൽ നമ്മൾ നെറ്റ് ആവട്ടെ JRF ആവട്ടെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കും. നമ്മളെല്ലാവരും ചേർന്നാണ് നമ്മൾ ഈ പറഞ്ഞ പ്രക്രിയയിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് പെട്ടെന്ന് എത്താനായിട്ട് നമുക്ക് പറ്റും. അത്രയും സമയമൊന്നും വേണ്ടായിരിക്കും, പക്ഷെ അത് നമ്മൾ ഈ പറയുന്ന കാലയളവ് നിങ്ങൾക്ക് തരുന്നത് ആദ്യത്തെ അറ്റംപ്റ്റ് നെറ്റ് എടുക്കാനോ അടുത്ത അറ്റംപ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിലും JRF എടുക്കാനും വേണ്ടിയിട്ടാണ്. 365 ദിവസം ഒരു കംപ്ലീറ്റ് വർഷത്തെ വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റിന് നമ്മൾ ഈ പറയുന്ന 10 ദിവസത്തെ 365 ഡേ JRF ബാച്ച് ഓഫർ വഴി നിങ്ങൾക്ക് തരുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ സെക്യൂർ ചെയ്യുക. താങ്ക് യു.